എന്ത് ക്യൂട്ടാണല്ലേ ചിരി. വായിന്ന് നമുക്കൊരു നല്ല ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ ചെമ്മീൻ കഴുകി വൃത്തിയാക്കി ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇതെല്ലാം ചേർത്ത് പിന്നെ സ്ക്വീസ് ഓഫ് ലെമൺ അതും കൂടി ഉണ്ട്, അതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കാം. ഞാൻ പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 കുഞ്ഞിക്കാല് കണ്ടോ പിറകിൽ. അപ്പോഴേക്കും കറണ്ട് പോയി. കുഴപ്പമില്ല, എന്നാലും നമുക്കുണ്ടാക്കാമല്ലേ. അപ്പോൾ പറഞ്ഞു വന്നത്, ഞാൻ കുറച്ച് ഉള്ളി നന്നായി നേർത്തതായി അരിഞ്ഞ് എണ്ണയിലൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അണ്ടിപ്പരിപ്പ്, ഉള്ളി ചെറുതായി കരിഞ്ഞു, എന്നാലും കാര്യമാക്കണ്ട. പിന്നെ കുറച്ച് എണ്ണ എടുത്തിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ചെമ്മീനുണ്ടല്ലോ അത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അരമണിക്കൂർ നമ്മൾ അരി സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ മാറ്റി വെച്ച് ഒരു കുക്കറിലേക്ക് നെയ്യ് ഒഴിച്ച് കറുവപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക അതൊക്കെ ചേർത്ത് നെയ്യും ചേർത്ത് അരി അതിലേക്ക് ഇട്ട് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്ന തോതിൽ വെള്ളം വെച്ച് അരിയിട്ട് മാറ്റി വെക്കാം. 2 വിസിൽ വരുമ്പോഴേക്കും ചോറ് റെഡിയാവും. അപ്പോഴേക്കും നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് അതിലേക്ക് സവാള ഇട്ട് വഴറ്റി ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് തക്കാളി ചേർത്ത് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഞാൻ ചേർത്തത് ഗരം മസാലപ്പൊടിയും ബിരിയാണി മസാലയാണ്. അതൊക്കെ നന്നായി കുക്കായി വരുമ്പോൾ അതിലേക്ക് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്ത് വെച്ചതുണ്ട്, അതും കൂടി ചേർത്ത് ലാസ്റ്റ് നമ്മൾ കരിഞ്ഞൊരു ഉള്ളി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, എന്തോ ഭാഗ്യത്തിന് ഉള്ളിക്ക് കയ്പ്പ് വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ ചോറ് അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ദമ്മിടാനൊന്നും കാര്യമായിട്ട് തന്നിട്ടുണ്ടായിരുന്നില്ല. ചോറിട്ട് അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഉണ്ടല്ലോ, ചെമ്മീൻ മസാല, അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ സംഭവം ഇവിടെ റെഡിയാണ്. വെറുതെ പറയല്ല, വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി ആയിരുന്നു. എൻ്റെ അമ്മക്കൊക്കെ ഒരുപാട് ഇഷ്ടമായി. അമ്മ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പാത്രം എടുക്കാമെന്ന് തോന്നിപ്പോയി, കാരണം ഇതിൽ നിന്ന് മിക്സ് ചെയ്യാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ ലാസ്റ്റ് കുറച്ച് സവാള നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചതും അണ്ടിപ്പരിപ്പും കൂടി ചേർക്കുന്നുണ്ട്. മുന്തിരി കൂടി വേണമെന്നുണ്ടായിരുന്നു, പക്ഷേ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് നമ്മൾ ബിരിയാണി റെഡിയായി. മെയിൻ ആളിത് കഴിക്കുന്നുണ്ട്.